കാസർഗോഡ് 16-കാരിയെ ലൈംഗികമായി ചൂഷണം ചെയ്ത കേസിലെ പ്രതി സ്നേഹ മെർലിന് വേണ്ടി ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ്. കേസ് രജിസ്റ്റർ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞിട്ടും പ്രതിയെക്കുറിച്ച് യാതൊരു സൂചനയുമില്ല. സംഭവത്തിന് പിന്നാലെ പ്രതി സംസ്ഥാനം വിട്ടിരിക്കാനുള്ള സാധ്യതയും പോലീസ് തള്ളുന്നില്ല. അതിനിടെ യുവതിയെ കണ്ടെത്തുന്നതിനായി പോലീസ് ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട്. പെൺകുട്ടിയുടെ അമ്മയുമായി സൗഹൃദം സ്ഥാപിച്ചാണ് പ്രതി കുട്ടിയെ ലൈംഗികമായി പീഡനത്തിന് ഇരയാക്കിയത്. ലൈംഗിക വൈകൃതമുള്ള സ്നേഹയെ ഇതുവരെ പിടികൂടാത്തത് പോലീസിന്റെ വീഴ്ചയാണെന്നും ആക്ഷേപമുണ്ട്. മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 16 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതി സ്നേഹ മെർലിൻ കാണാമറയത്തു തന്നെ. പോക്സോ കേസിൽ സ്ഥിരം കുറ്റവാളിയായ സ്നേഹ മെർലിനെ കണ്ടെത്താൻ പോലീസ് ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ടെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്ത് ഒരാഴ്ചയോളമായിട്ടും പിടികൂടാനായിട്ടില്ല. ലഹരി കേസിൽ അകപ്പെട്ട് കണ്ണൂർ ജയിലിൽ കഴിഞ്ഞിരുന്ന പെൺകുട്ടിയുടെ മാതാവുമായുള്ള സൗഹൃദമാണ് സ്നേഹ മെർലിനെ കാസർകോട്ടെ കുടുംബത്തിലേക്ക് എത്തിച്ചത്. ഇതിനായി കള്ളക്കേസിൽപ്പെട്ടാണ് ജയിലിലെത്തിയതെന്നാണ് സ്നേഹ ഇവരെ വിശ്വസിപ്പിച്ചത്. പീഡനത്തിനിരയായ പെൺകുട്ടിക്കും ഇവരുടെ സഹോദരിക്കും മൊബൈൽ ഫോൺ ഉൾപ്പെടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുത്താണ് സ്നേഹ പീഡനത്തിന് ഇരയാക്കിയത്. 1 വർഷത്തോളം ഇത്തരത്തിൽ പീഡിപ്പിച്ചുവെന്നാണ് മൊഴി. ഇതുവഴി സഹോദരിയെയും സ്നേഹ ലക്ഷ്യമിട്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. ചൈൽഡ് ലൈൻ പ്രവർത്തകർ നടത്തിയ വിശദമായ കൗൺസിലിംഗിലാണ് സ്നേഹ മെർലിൻ തനിക്കെതിരെ നടത്തിയ ക്രൂരതകൾ പെൺകുട്ടി വെളിപ്പെടുത്തിയത്. സംഭവം നടക്കുന്ന സമയത്ത് ഭയവും ഭീഷണിയും കാരണം വിവരങ്ങൾ ആരോടും പങ്കുവച്ചിരുന്നില്ല. നേരത്തെ തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം 3 ഗുരുതരമായ പോക്സോ കേസുകൾ സ്നേഹ മെർലിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2025 മാർച്ച് 14 12 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലാണ് സ്നേഹ ആദ്യമായി അറസ്റ്റിലാകുന്നത്. സ്കൂൾ വിദ്യാർത്ഥിനിയുടെ ബാഗിൽ നിന്നു അശ്ലീല ദൃശ്യങ്ങൾ അടങ്ങിയ മൊബൈൽ ഫോൺ അധ്യാപകർ കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പീഡന വിവരം പുറത്തു വന്നത്. വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നൽകി സ്വാധീനിച്ചായിരുന്നു അന്ന് കുട്ടിക്ക് നേരെ അതിക്രമം നടത്തിയത്. കേസിൽ കണ്ണൂർ വനിതാ ജയിലിൽ റിമാൻഡിൽ കഴിയുന്നതിനിടെ ഇതേ പെൺകുട്ടിയുടെ 15 വയസ്സുള്ള സഹോദരനെയും യുവതി പലതവണ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നു എന്ന പുതിയ വെളിപ്പെടുത്തലുണ്ടാകുന്നത്. പിന്നീട് ഈ കേസിലും അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മറ്റൊരു ആൺകുട്ടിയെ പീഡിപ്പിച്ചതിനും കേസുണ്ട്. ഇതോടെ സ്ഥിരം പോക്സോ കേസ് കുറ്റവാളിയായ സ്നേഹ മെർലിനെതിരെ രജിസ്റ്റർ ചെയ്യുന്ന 4ാമത്തെ കേസാണ് കാസർകോട്ടേത്. തളിപ്പറമ്പിലെ CPI നേതാവ് കെ മുരളിയെ ആക്രമിച്ച കേസിലും സ്നേഹ മെർലിൻ പ്രതിയാണ്. ന്യൂസ് 18 കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.